വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ആലു പൊറോട്ടയാണ്. അതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഗോതമ്പ് പൊടി ഒരു 2 കപ്പ് വേണം, ഉരുളൻകിഴങ്ങ് 3 എണ്ണം, അത് ഞാൻ വലിയ ഉരുളൻകിഴങ്ങാണ് 3 എണ്ണം എടുത്തതാണ്, ഉപ്പ് വേണം, സൺഫ്ലവർ ഓയിൽ 6 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് അത് ചോപ്പ് ചെയ്തതാണ് 1 ടേബിൾ സ്പൂൺ, സവാള സ്വർണത്തിൻ്റെ പകുതി, പച്ചമുളക് 1 എണ്ണം അത് ചോപ്പ് ചെയ്തിടാം, അടിച്ചുവിടാം, അത് വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം, കൊച്ചുങ്ങളുണ്ടെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മസാലപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, കൊറിയാണ്ടർ ലീവ്സ് മല്ലിയില ഒരു കുറച്ച്. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് പൊടിയിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇട്ട് കുഴച്ചെടുക്കണം. ഇതൊരു നല്ല സോഫ്റ്റ് ഡോ ആണ് വരെ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കണം. നല്ല പ്രഷർ കൊടുത്ത് കുഴച്ച് കൊണ്ടുവരണം. അത് സോഫ്റ്റാക്കി വെക്കണം. തൊടുമ്പോൾ അതിങ്ങനെ കുഴിഞ്ഞു പോകണം, അതുപോലെ ആക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ തേച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് 15 അല്ലെങ്കിൽ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, മാറ്റി വെക്കാം. നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. നമുക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. ജീരകവും ഇതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ എല്ലാ ഡിഷസിലും ഉണ്ടാവും. പിന്നെ അവരുടെ വേറൊരു സാധനം ചാട്ട് മസാല അതും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് വഴണ്ട് വരണ വരെ വെയിറ്റ് ചെയ്യണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കണം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇപ്പം ഒന്ന് വാടി വരണവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഉരുളൻകിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊട്ടും തരി ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഫില്ല് ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ വരും നമ്മൾ പരത്തുമ്പോൾ. അപ്പോൾ നമ്മളത് സവാള മിക്സിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് വാട്ടുകയാണ്. നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉരുട്ടി വെച്ചുകൊണ്ട് ഭയങ്കര പാടുണ്ട്, വെള്ളം ഒഴിക്കാത്തതുകൊണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് മറ്റേ മാഗിയുടെ മസാലയൊക്കെ ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിലിട്ട് കൊടുക്കാം. ആ മസാലപ്പൊടി മാറ്റിയിട്ട് മാഗിയുടെ മസാല ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൊറിയാണ്ടർ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ആ പൊടി കൊണ്ട് 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് എടുത്തിട്ടൊന്ന് പൊടിയിൽ മുക്കിയിട്ട് സാധാരണ ചപ്പാത്തി പോലെ കുറച്ച് ചെറുതാക്കി പരത്തിയെടുക്കാം. ഇത് കട്ടിയിൽ ഇത്രയും കുറച്ച് മതി. അധികം ഇതായ മറ്റേ ഫില്ലിങ് പുറത്തേക്ക് പോകുമല്ലോ. രണ്ടാമത് ഇനിയും നമുക്ക് ചെയ്യേണ്ടതല്ലേ, പരത്തേണ്ടതല്ലേ. എന്നിട്ട് ആ മിക്സ് ചെയ്ത് വെച്ചേക്കണം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് ഫ്രില്ല് പോലെ ഞൊറി പോലെ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുക അതുപോലെയൊക്കെ ഞൊറി പോലെ വെച്ചിട്ട് ഫുൾ വെച്ചിട്ട് ഒന്ന് അറ്റം ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഒന്ന് പിരിച്ചു കൊടുക്കുക. അതെടുത്ത് മാറ്റിക്കളയുക അല്ലെങ്കിൽ അമർത്തി വെക്കുക. ഇപ്പം ഞാൻ അമർത്തി വെക്കുകയോ ചെയ്തത്. എന്നിട്ട് ആ വശം ബാക്കിലാവണ രീതിയിൽ ഇനി വെച്ചിട്ട് പരത്തിയെടുക്കണം. പൊടിയിൽ മുക്കണം. എന്നിട്ട് നല്ല വശം മുകളിൽ വന്നിട്ട് വരണം. അങ്ങനെ പരത്തിയെടുക്കണം. പതുക്കെ പരത്തണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. എന്നിട്ട് പരത്തിയിട്ട് ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ അതുപോലെ തന്നെ ഒന്നും കൂടി പരത്തി എന്താ പറയുക ഫ്രില്ലെടുത്ത് ചുരുട്ടി കാണിച്ചു തരുവാണ്. ഒരെണ്ണം കൂടി അതിങ്ങനെ ചുരുട്ടി വെക്കുക. ആ ഭാഗം ഒന്ന് പിരിച്ചു കൊടുക്കുക, അമർത്തി വെക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക. മറ്റേ പൊടി മുക്കിയിട്ട് സാവധാനം പരത്തിയെടുക്കുക, ഫോഴ്സ് കൊടുക്കാതെ. അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും, നമ്മൾ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ. ഇപ്പം ഞാൻ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട്, ഫ്രൈ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ആയിക്കഴിഞ്ഞ ഉടനെ നമുക്ക് ഉണ്ടാക്കാം. നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് തവിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നെയ്യും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇഷ്ടമുള്ളത് എണ്ണയിട്ട് ഉണ്ടാക്കാം. ഇപ്പം നല്ല മഞ്ഞ കളറിൽ വന്നിട്ടുണ്ടല്ലോ. ഇതാണ് പാകം. ഇങ്ങനെ എല്ലാം ചുട്ടെടുത്തു. ഇനി നമുക്കിത് തക്കാളി ചട്നി അല്ലെങ്കിൽ മിൻറ്റ് ചട്നി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.